മരണശേഷം ഒരാളുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഗരുഡ പുരാണം അനുസരിച്ച് നമ്മുടെ ആത്മാവ് മരണശേഷം ശരീരം ഉപേക്ഷിച്ച് ആദ്യം യമലോകത്തെത്തുന്നു. യമരാജന്റെ 2 ദൂതന്മാരാണ് ആത്മാക്കളെ യമലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ യമലോകത്തേക്ക് അത്ര വേഗം ചെന്നെത്താൻ കഴിയില്ല. രാവും പകലും നോക്കാതെ നടന്നു വേണം പോകുവാൻ. സന്തോഷത്തോടെ ആയിരിക്കില്ല ആത്മാവ് പോകുന്നത്. യമന്റെ കാലവശത്താൽ കെട്ടിയും യമദൂതന്മാരുടെ കയ്യിൽ നിന്ന് അടിവാങ്ങിയും നാളിതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചും വിശപ്പും ദാഹവും ശാരീരിക വേദനകളും പീഡനങ്ങളും സഹിച്ച് കണ്ണീരോടെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഒരു ആത്മാവ് മരണശേഷം യമലോകത്തെത്തുന്നത് എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. യമലോകത്തെത്തുന്ന ആത്മാവിനെ യമരാജന്റെ കോടതിയിൽ വിചാരണ ചെയ്ത് ചെറിയ തെറ്റുകൾ പോലും കണക്കാക്കി നന്മ പ്രവർത്തിച്ചവരെ സ്വർഗത്തിലേക്കും പാപികളെ ഗരുഡ പുരാണ പ്രകാരം 28 നരകലോകങ്ങളിലേക്കും ചെയ്ത പാപാനുസരണം കടത്തിവിടുന്നു. നരകങ്ങളിൽ എത്തുന്നവർ കൊടിയ ശിക്ഷയിലൂടെ കടന്ന് ആത്മാവിനെ ശുദ്ധീകരിച്ച് പുനർജന്മത്തിന് തയ്യാറെടുക്കുന്നു. ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതുവരെ ഒരു പാപിയുടെ ജീവിതചക്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നും പറയപ്പെടുന്നു.